സന്തോഷമുള്ള എല്ലാവരും കരപത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. Greetings to you all in the precious name of Lord and Savior Jesus Christ. ഇന്ന് രാത്രി ദിവസത്തിൽ കടന്നു വരുവാൻ ഇത്രത്തോളം പേരെ കർത്താവ് കൂട്ടി വരുത്തിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അവനെ കുറിച്ച് കേൾക്കുന്ന പോലെ ആനന്ദം, അവന്റെ വചനം ധ്യാനിക്കുന്ന പോലെ സന്തോഷം പ്രിയമുള്ളവരെ മറ്റൊന്നുമില്ല. ഇന്ന് രാത്രികാലം നമ്മുടെ വചന ചിന്തയ്ക്ക് വേണ്ടി ഒരു വചന ഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ ഇംഗ്ലീഷിലാണെങ്കിൽ ഓൺലി വേഴ്സ് നമ്പർ 19 വായിക്കാം. മലയാളത്തിലാണെങ്കിൽ രണ്ട് ഇംഗ്ലീഷിൽ 19 20 വായിക്കാം. മലയാളത്തിലും 19 20 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ സ്വന്തം ചെയ്യുന്നു 3-ാം അധ്യായം വേഴ്സ് 19 and 20. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ വായിച്ചു. So that times of refreshing may come from the presence of the Lord. That he may send Jesus Christ who was preached to you before. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് എന്തുവരും? ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അയക്കുകയും ചെയ്യും. So repent ye therefore and turn again, that your sins may be blotted out, that so there may come seasons of refreshing from the presence of the Lord, and that he may send the Christ who had been appointed for you. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു വിഷയമാണ്. ഇത് വിശുദ്ധിയെ തികയ്ക്കുന്ന ഒരു വർഷം. അതിനുള്ള ബന്ധത്തില് ഫെബ്രുവരിയിൽ ദൈവം നമ്മോട് പറഞ്ഞു, വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ ആരെ കാണണം? കർത്താവിനെ കാണണം. യെശയ്യാവ് കർത്താവിനെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ ഞാൻ നമ്മളുടെ കാളയെ കുറിച്ചും കഴുതയെ കുറിച്ചൊക്കെ പറഞ്ഞ് പ്രവചിച്ച പുള്ളി 6-ാം അധ്യായത്തിൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അയ്യോ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞ പുള്ളി പറയും, എനിക്ക് നോക്കൂ, ഇന്ന് പകൽക്കാലം വിശുദ്ധിയെ തേക്കണം. യു ഹാവ് ടു സീ ഗാഡ്. വിത്തൗട്ട് സീയിങ് ഗാഡ് യു കനോട്ട് പെർഫെക്റ്റ് ഹോളിനെസ്. അതിനുശേഷം അങ്ങനെയുള്ള ബന്ധത്തിൽ മാർച്ച് പറഞ്ഞു, when you see you have to discern the will of God. When you see God's face, ദൈവത്തിന്റെ മുഖം കാണുമ്പോൾ അവന്റെ ഇഷ്ടം തിരിച്ചറിയണം. അവൻ സ്വപ്നം ചെയ്യുന്നു. എന്നാൽ മാത്രമേ അവന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനകത്ത് നടന്ന് വിശുദ്ധിയെ തേക്കാൻ പറ്റൂ. അങ്ങനെ അതിനുള്ള ബന്ധത്തിൽ നമ്മുടെ മാർച്ച് മാസത്തില് അവൻ സംസാരിക്കാനിടയായി. പിന്നെ ഏപ്രിൽ മാസത്തില് കടന്നു വന്നപ്പോൾ ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, വിശുദ്ധിയെ തികച്ചു ജീവിക്കണമെങ്കിൽ ആ ഇഷ്ടം നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. അപ്പം ദൈവത്തെ കണ്ടാൽ കുറവുകളെ ഗ്രഹിക്കാൻ പറ്റും. അവന്റെ മുഖത്തെ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയാൻ പറ്റും. വിവേചിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടം തിരിച്ചറിയാനായിട്ട് പറ്റും. ഇഷ്ടം തിരിച്ചറിഞ്ഞാൽ മാത്രം അത് ചെയ്യണം. ഡു ദ വിൽ ഓഫ് ഗോഡ്. അങ്ങനെ ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മളെ ചിന്തിപ്പാനിടയായി മെയ് മാസത്തില് കൃപ വേണം. നോഹയെ കുറിച്ച് ചിന്തിച്ചു. നോഹയ്ക്ക് എവിടെ കൃപ ലഭിച്ചു, അതുകൊണ്ട് അവന്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. If you want to live a holy life, you need to receive the grace of God. ദൈവകൃപയില്ലാതെ അവൻ ഒരിക്കലും വിശുദ്ധി പ്രാപിപ്പാൻ കഴിയില്ല. അങ്ങനെയാ മെയ് മാസത്തില് ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാനായി പരിശുദ്ധാത്മ നമ്മോട് പറഞ്ഞു. അപ്പോൾ കൃപ നമുക്ക് തരുമ്പോൾ ആ കൃപ ഏറ്റെടുത്ത് മുന്നേറണമെങ്കിൽ നമുക്ക് ശക്തി വേണമെന്ന് പറഞ്ഞു പഠിക്കാനിടയായി. അത് നമ്മള് സ്വന്തം ചെയ്യുന്നു. ജൂൺ മാസത്തിലാണ് ചിന്തിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. സ്വന്തം സ്ട്രെങ്ത് ദൈവത്തിൽ നിന്ന് സ്ട്രെങ്ത്, അതായത് നമ്മള് പഠിച്ച 2 കൊരിന്ത്യർ ലേഖനം 11 തോന്നുന്നു നമ്മള് ചിന്തിപ്പാനിടയായി തീർന്നു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ബലഹീനത, എന്റെ ശക്തി ബലഹീനതകളെ തികഞ്ഞു. നോക്കണം, കൃപ ദൈവം കൊടുത്തു പ്രതിസന്ധികളുടെ മധ്യത്തിൽ. ചില സമയങ്ങൾ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കുന്നത് നിങ്ങളുടെ ശുദ്ധീകരണത്തിനാണ് മറന്നുപോലെ. സ്വന്തം അത് പോള് തിരിച്ചറിയുമ്പോൾ നോക്കുകയാ, 3 വട്ടം ദൈവത്തോട് വല്ലാതെ പ്രാർത്ഥിച്ചു. യുദ്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കുത്തുന്ന ശൂലം എന്തുവാ? സാത്താനെ തൊടാൻ സമ്മതിക്കുമോ? അങ്ങനെ വചനം പറയുന്നേ. പൗലോസ് എന്താ പറഞ്ഞേ? എന്റെ ജഡത്തിൽ ഒരു ശൂലം, അതെന്തുവാന്നാ പറഞ്ഞേ? സാത്താന്റെ. ചില സമയത്ത് സാത്താന്റെ ദൂതനെ അനുവദിക്കും നിന്നെ കുത്താൻ. അത് കേട്ടപ്പോ അങ്ങനെ ബൈബിൾ പറയുന്നല്ലേ.
എന്റെ ജഡത്തിന്റെ ശൂലം എന്നെ കുത്തേണ്ടെന്ന് സാത്താന്റെ അതുള്ളത് ശ്രദ്ധിച്ചു കാണത്തില്ല. ചിലപ്പോൾ ദൈവം അനുവദിക്കും. എന്തിനാണെന്നറിയാം? അത് മാറാൻ എത്ര വട്ടം പ്രാർത്ഥിച്ചു? 3 വട്ടം. പണ്ഡിതന്മാർ പലത് പറയുന്നുണ്ട്. പുള്ളിക്ക് ചിലർ പറയുന്നു ഉദര സംബന്ധമായ അസുഖമായിരുന്നു പറയുന്നു ആ ശൂലം. ചിലർ പറയുന്നത് കണ്ണിന്റെ തിമിരമായിരുന്നു പറയുന്നു. നോ മാറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം താൻ പറയുമ്പോൾ കൊരിന്ത്യ സഭയോട് എഴുതുമ്പോൾ, ഗലാത്യ സഭയോടൊക്കെ എഴുതുമ്പോൾ, എത്ര രോഗിയായിരുന്നിട്ടും നിങ്ങൾ എന്നെ കരുതി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സിക്കായി പുള്ളി. ഇന്ന് രാത്രി രോഗങ്ങൾ കൂടെ പോകുന്നവർ നിരാശപ്പെടുന്ന ചില സമയത്ത് കുത്താൻ സാത്താന്റെ ദൂതനെ ആക്കും. ഇത് ചേഞ്ച് ചെയ്യാൻ 3 times he pleaded with the Lord. ആരാ നോക്കണം? പൗലോസ്. ഉടനെ ദൈവം പറഞ്ഞു, ഞാൻ മോനെ ഇപ്പൊ മാറ്റിക്കളയാന്ന് പറഞ്ഞു. ആൻസർ കൊടുത്ത് എന്റെ കൃപ. കുഞ്ഞെ വിശുദ്ധിയെ ജീവിക്കാൻ തരുന്ന ചില കൃപകളുണ്ട്. ആ കൃപയുള്ളത് കൊണ്ട് ചില തകർച്ചകൾ നിനക്ക് അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ രാജേഷ് കൂട്ടുകാരൻ പറഞ്ഞു, രാജേഷ് ഈ ബിസിനസ് ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞില്ല, നീ എപ്പോഴെങ്കിലും യേശുവിനെ അന്വേഷിക്കുമായിരുന്നു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകളിലോ ഫോൺ വഴി കയറി. പുള്ളി ഹിന്ദുവാണ്. ഞാൻ പണ്ടൊക്കെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ആൽപ്പണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫ്രണ്ടേ ഉള്ളൂ. അവിടെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഉള്ളംകാൽ ചവിട്ടി പ്രാർത്ഥിക്കും. ഇന്നലെ നാളെ നിനക്ക് തിരികെ ലഭിക്കും. അവൻ സ്വന്തം ചെയ്യും, തിരികെ ലഭിക്കും. തീർച്ചയായും കിട്ടും. നമ്മൾ ഉള്ളംകാൽ ചവിട്ടി. അതുകൊണ്ട് അപ്പം ഭവനങ്ങൾ പോയി സന്ദർശിക്കണം, സമയമുണ്ടാക്കി പോകണം, പരിചയമുള്ളവരുടെയും ബന്ധുക്കളുടെയും വീട്ടിൽ പോയി ഒരു വാക്ക് പ്രാർത്ഥിക്കണം, പോയി അവരെ കുത്താനും വെട്ടാനൊന്നും പോകണ്ട, സുവിശേഷം പറഞ്ഞോണം, സ്നേഹത്തില് ഒരു വാക്ക് ഉള്ളംകാൽ ചവിട്ടി പ്രാർത്ഥിച്ചിറങ്ങി പോകണം. ഇന്നല്ല നാളെയാണേലും തിരികെ കിട്ടും. എനിക്ക് നല്ല നിശ്ചയമാണ്. രാജ്യങ്ങളൊക്കെ അറിയാം. പണ്ട് ഞങ്ങൾ ആദ്യം വരുമ്പോൾ അന്ന് ഞങ്ങൾക്ക് കുടുംബങ്ങളൊന്നുമില്ല. ഇങ്ങനെ അനാഥരെപ്പോഴും വീടുകൾ കയറി പ്രാർത്ഥിക്കുക. അന്ന് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ച ഒരു ഭവനമാണ്. ലവിക്കും ആൽമോണിനെയും ക്രോറിനുള്ള വീടായിരുന്നു അന്ന്. അമേശ്വരം ഇന്ന് ഞായറാഴ്ച അവൻ ഞങ്ങളോടൊപ്പം അവർ ആരാധിക്കുന്ന ഷീന സിസ്റ്റർ അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ കൊച്ചുമക്കളെ 3 പേരെയും സ്നാനപ്പെടുത്താൻ ദൈവം ഇടയാക്കി. ഞാൻ പറഞ്ഞിടത്തുള്ളൂ എത്ര വർഷം? 1999, 98, 2000 ആ വീടുകൾ കയറി. അന്ന് അവിടെ അപ്പച്ചനൊക്കെ ഉണ്ട്. അവൻ സ്വന്തം ചെയ്യുന്നു. എത്ര വർഷം കഴിഞ്ഞാലും ദൈവം അത് തിരിച്ചു കൊണ്ടുവരും. സത്യവനത്തിലേക്ക് വന്ന് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയ സൗരി നാട്ടിലാണ്. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വ്യാഴാഴ്ച താൻ മടങ്ങി വരും. അപ്പൊ ഞാൻ മടങ്ങി വന്നതിന്റെ അർത്ഥം, പറഞ്ഞതിന്റെ അർത്ഥം, ചില കൃപകൾ നിനക്ക് തരും. ആ കൃപയെന്ന് പറയാം, ചില കൃപയെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കുന്നത് ഇനി ഭയങ്കര ഹോളി സ്പിരിറ്റ് അനോയിന്റിങ്, പ്രവചനവരം, അവൻ രോഗികളെ കൈവച്ച ഉടനെ. അത് മാത്രമല്ല കൃപ, കുത്താൻ തരുന്ന ചില സാത്താന്റെ ദൂതനെ. ഇന്ന് രാത്രി നിങ്ങൾ കടന്നു പോകുന്ന ചില പീഡനങ്ങൾ, നിങ്ങളുടെ തല കുഴിഞ്ഞിരിക്കുന്ന ചില അവസ്ഥകൾ, അയ്യോ നിങ്ങളോടുള്ള ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയാണ്. നിങ്ങൾക്കത് തിരിച്ചറിയാൻ ഇന്ന് രാത്രി കഴിവില്ല. പക്ഷേ ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവൻ വീണ്ടും പ്ലീഡ് ചെയ്യുമ്പോൾ കഥ പറയും, മോനെ പൗലോസേ എന്റെ കൃപ. അത്താന്റെ ദൂതനെ കുത്തുന്ന കൃപയെങ്കിൽ പക്ഷെ പൗലോസ് ചോദിച്ചു. എന്റെ പുള്ളി പറഞ്ഞു, സാരമില്ല, അതോടൊപ്പം ഞാൻ എന്റെ ശക്തിയോടെ നിലനിൽക്കുകയാണ്. ഇന്ന് രാത്രി നീ തലകുണിഞ്ഞ് പീഡനത്തിൽ, വേദനയിൽ, നിന്നയിൽ, അപമാനത്തിൽ, വാക്കിംഗ് ടു ദ സ്ട്രഗിൾസ് ഓഫ് യുവർ ലൈഫ്, കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികൾ, വീട്ടിൽ പക്ഷെ അതിനോടൊപ്പം ശരിയാ അതിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് വേദനിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ നിന്നോടുള്ള ദൈവത്തിന്റെ ചില ഫെയ്ത്ത്, നീ ഇങ്ങനെ ആ അവസ്ഥകളില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അനുവദിച്ച ചില താഴ്വരകൾ, ചില പീഡനങ്ങൾ, ചില വേദനകൾ ദൈവത്തിനോടുള്ള വലിയ കൃപയാണവരെ. അവൻ ആ കൃപ വേണം വിശുദ്ധി. അതിനുശേഷം ചേർന്ന് വരുന്നൊരു കാര്യമായി എന്റെ ശക്തി ഈ പീഡനത്തിൽ, അത് ഏത് ക്യാൻസർ ആണെങ്കിലും, ഏത് തകർച്ചയുടെ നെല്ലി പറയുകയാണെങ്കിലും അതിന്റെ ഓവർ തന്നെ ഉയർത്തുന്ന അവന്റെ ശക്തിയുടെ കൃപയോടുകൂടെ കരുതുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അവൻ സ്വന്തം നമ്മൾ ഞങ്ങൾ സംസാരിപ്പാനിടയായി അവൻ സ്വന്തം ചെയ്യുന്നു. ഈ ശക്തി ഏറ്റെടുത്ത് നീ വിശുദ്ധിയില് മുന്നേറണം. ഏത് വേദനയുടെ മധ്യത്തിലും, ഏത് പീഡനത്തിന്റെ മധ്യത്തിലും. ഈ ശക്തി കിട്ടണമെങ്കിൽ കുറുക്കു വഴിയൊന്നുമില്ല. ഈ ശക്തി തരുന്ന ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. Holy Spirit is the one who gives you the strength. അവൻ gives you the strength. വിശുദ്ധിയിൽ മുന്നേറാൻ ശക്തി തരുന്നവൻ. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ എല്ലാം കൈപ്പായിരിക്കുമ്പോൾ, എല്ലാം തകർന്നിരിക്കുമ്പോൾ അവൻ മുഖത്ത് ഇഞ്ചി കടിച്ച കുരങ്ങനോട്ടല്ല, തേജസ്സോട് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോട് ജീവിതത്തെ നേരിടാൻ അവൻ ശക്തി തരുന്നവൻ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നീ വിശുദ്ധിയിൽ മുന്നേറണമെന്ന് അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാനിടയായി. അവൻ ജൂലൈ മാസത്തില്, അതിനുശേഷം ജൂലൈ മാസത്തില് ഓഗസ്റ്റ് വന്നപ്പോൾ, എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ
പരിശുദ്ധാത്മ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഹാർഡൻഡ് ഹാർട്ട്, കല്ല് പോലുള്ള ഹൃദയം. നമ്മൾ ഈ കല്ല് പോലുള്ള ഹൃദയം ഇരിക്കുന്നത്തോളം കാലം എത്ര പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാലും ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ചാൽ നീ എന്ത് ചെയ്യത്തില്ല. നമുക്കറിയാം, ഉൽപ്പത്തിയില് വായിക്കുമ്പോ കാണാം, കെയിനും ഏബലും they went to offer a sacrifice for the Lord. Abel offered a better sacrifice, right? Okay, ജേക്കിനോടും ജോഷിനും ചോദിക്കുക, but who did God speak to in that story? Cain. അല്ലേ? സത്യം പറഞ്ഞാൽ നല്ല ആരാധന നന്നായിട്ട് ചെയ്തവരോടല്ലേ സംസാരിക്കണ്ടേ, അല്ലേ? നിങ്ങൾ വായിച്ചു നോക്കുമ്പോ ആരോടാ ദൈവം സംസാരിക്കുന്നത്? റിയൽ ഗോഡ് എന്ന് പറയാ, കെയിൻ വൈ യുവർ ഫേസ് ഇസ് സാഡ്. എന്താ നിന്റെ മുഖം? ഇഫ് യു ഡു ദ റൈറ്റ് തിങ് വുഡന്റ് യുവർ ഫേസ് ഷൈൻ, ബി ജോയ്ഫുൾ എന്ന് പറയാ. ബി കെയർഫുൾ, സിൻ ഇസ് ദ ചുറ്റും. പാപം നിന്റെ വാക്കില് ഇതുപോലൊക്കെ ദൈവമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പാപം കൊഴിഞ്ഞു പോകാൻ പറ്റിയ നമ്മൾ ചില ചിന്തിക്കുന്നത് ശരിയില്ല. Cain, God spoke to Cain who did not offer a better sacrifice. കാരണം God loves everyone. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് ദൈവം. അല്ല പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കൂടുതലല്ല, പ്രാർത്ഥിക്കാത്തവനെയും സ്നേഹിക്കുന്ന അവനും നന്നാകണം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ദൈവത്തിന് ഒരിക്കലും പ്രസാദമില്ല. അവർ മാനസാന്തരപ്പെടണം, റിപ്പന്റ് ചെയ്യണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. So God is going to speaking to Cain, but is he able to listen? No. Why? Heart is hardened. കല്ല് പോലുള്ള ഹൃദയം വരുമ്പോൾ ഏത് പരിശുദ്ധാത്മാവിന് ചലനമുണ്ടായാലും don't have to listen. നീ ദൈവം തമ്പുരാൻ അറിയുമെന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞിട്ടും he went, got mad with his brother and killed his brother. സഹോദരനെ കൊന്നാണ് പോത്തണം. വിശുദ്ധി ജീവിക്കാൻ ദൈവത്തിന് കൈനെ കുറിച്ച് ഒത്തിരി കൊതി ഉണ്ടായിരുന്നു. ശപിക്കപ്പെട്ടവൻ ആഗ്രഹം ദൈവത്തിന് ഒത്തിരി കൊതി ഉണ്ടായിരുന്നു. ദൈവം വന്ന് പറഞ്ഞിട്ട് ഈ കഠിന ഹൃദയം, കല്ല് പോലെ ഹൃദയം വചനത്തെ ശ്രദ്ധിക്കാൻ സഹായിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിന്നെ പറഞ്ഞു, അവൻ സ്വന്തം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ കടന്നു വന്ന് പറഞ്ഞു, അവൻ സ്വന്തം ചെയ്യുന്നു പാറയെ തകർക്കുന്ന ചുറ്റിയാകുന്ന. സോ കഠിന ഹൃദയം അകറ്റി നടത്തിയാലേ വിഷയം. ഇപ്പം കഠിന ഹൃദയം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മറുമരുന്നാണ് വചനം. പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ഹാമർ ആകുന്ന വേർഡ് ഓഫ് ഗാഡ് വന്നിട്ട് നിന്റെ കല്ല് പോലുള്ള ഉള്ളത്തെ ബ്രേക്ക് ചെയ്യാൻ അതിനാ വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തിന് yield ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു yield to the word of God and fulfill holiness. വചനത്തിന് കീഴടങ്ങി വിശുദ്ധിയത്തെ ചെയ്യും. അങ്ങനെ ചിന്തിച്ച് ഈ മാസം കടന്നു വന്നപ്പോൾ ഈ വചനമാകുന്ന പാറയെ തകർന്ന് ചുറ്റി നിന്റെ ഹൃദയത്തിൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് മാനസാന്തരം, അല്ലേ? ബൈബിൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ if you go to Acts of Apostles chapter 2, രണ്ടാം അധ്യായം എടുക്കാം. അതിന്റെ വേഴ്സ് 37 മുതൽ വായിക്കാം, 36 മുതൽ വായിച്ചോ. നമ്മൾ ഇന്നത്തെ നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത് ആക്സ് ചാപ്റ്റർ 3 വേഴ്സ് 19 and 20. ഇപ്പോൾ വായിക്കാം ചാപ്റ്റർ 2 വേഴ്സ് 36 onwards. എടുത്തവർ ഇംഗ്ലീഷിലാണ്, മലയാളത്തിലാണ്. Let all the house of Israel know assuredly that God has made this Jesus, whom you crucified, both Lord and Christ. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ സ്വർഗത്തിലെ ദൈവം അവൻ കർത്താവായി ഉയർത്തിയെന്ന് പത്രോസ് സ്നേഹം നിന്നുകൊണ്ട് preach ചെയ്യുക. ആമേൻ. He's preaching about Christ. അപ്പോൾ വന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി. അന്ന് എത്ര പേര്? How many people got saved that day on the day of Pentecost? 3,000. അവനാണ് 3,000 പേര് രക്ഷിക്കപ്പെടുന്ന. എത്ര പേര് കൂടി കാണും, അല്ലേ? What a huge crowd would have been. So അവൻ ആ പ്രസംഗം എല്ലാവരും കേട്ടോണ്ടിരിക്കുമ്പോൾ അവൻ സ്വന്തം what happened on verse 37. Now when they heard this, they were cut to the heart and they were cut to the heart. വചനം ശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിൽ കുത്തുകൊള്ളും, അല്ലെ? ഹൃദയം ഉടയും, ഹൃദയം വേദനിക്കും. Cut to the heart. ഹൃദയം മുറിഞ്ഞപ്പോൾ what did they say? To Peter and the rest of the apostles, പീറ്ററോടും കൂടുള്ള അപ്പോസ്തലന്മാരോട് പറയുക, men and brethren, what shall we do? സഹോദരന്മാരായ പുരുഷന്മാരെ, തുളുമ്പിയ പാലിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റത്തില്ല. യേശുവിനെ കൊന്നു, തിരിച്ചുപോയി തിരുത്താൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? What shall we do? അന്നേരമാ പത്രോസ് പറയുന്നത് എന്ത് ചെയ്യണം? Peter said to them, repent. Let every one of you be baptized in the name of Jesus. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെടണം. മാപ്പോയും സ്നാനപ്പെട്ടാൻ പറ്റത്തില്ല.
മാനസാന്തരം. മാനസാന്തരം അത്യന്താപേക്ഷിതം. മാനസാന്തരം. അപ്പോൾ വിശുദ്ധിയെ തികയ്ക്കണമെങ്കിൽ വചനമാകുന്ന ചുറ്റിക വന്ന് നിന്റെ ഹൃദയത്തെ ഉടയ്ക്കുമ്പോൾ നീ വചനത്തിന് ഈൽഡ് ചെയ്യണം. ഈൽഡ് ചെയ്യുമ്പോൾ നിന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് റിപ്പന്റൻസ്, മാനസാന്തരം. അവൻ മാനസാന്തരപ്പെട്ടിട്ടാണ് അടുത്ത നീ സ്നാനപ്പെടാൻ പോകേണ്ടത്. അവൻ സ്വന്തം മാനസാന്തരപ്പെടുമ്പോൾ നിന്നുണ്ടാകുന്ന പല പടവുകളുണ്ട്. ആ മാനസാന്തരമാണ് നിന്നെ നുറുക്കത്തിലേക്ക്, അവൻ സ്വന്തം അനുതാപത്തിലേക്ക്, അവൻ കണ്ണുനീരിലേക്ക്, അവൻ കഴിഞ്ഞ പ്രവൃത്തികൾ, നീ ചെയ്തു പോയ പ്രവൃത്തികൾ കർത്താവേ, അത് സിൻഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും നേച്ചറാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ, ഏതെങ്കിലും അഡിക്ഷൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ, അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ മേശ അവൻ സ്വന്തം പറഞ്ഞു ക്രൈ. കാരണം നമ്മൾ ചിന്തിക്കുന്ന കർത്താവിന്റെ മേശ ഞങ്ങൾ എടുത്തപ്പോൾ, കർത്താവിന്റെ മേശ എടുക്കുമ്പോൾ എന്തുവാ? വാട്ട് ഡിഡ് ക്രൈസ്റ്റ് സേ? ഡു ദിസ് ഇൻ റിമംബറൻസ് ഓഫ് മീ. എന്റെ ഓർമ്മയ്ക്കായി. സോ അമേൻ സ്വന്തം അവിടെ നാം വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളുണ്ട് അതില്. അമേൻ സ്വന്തം അതുകൊണ്ട് ഞങ്ങള് 1-ാമത്തെ ആഴ്ച കർത്താവിന്റെ വിഷയം എടുക്കുമ്പോൾ വായിക്കുന്ന ഒരു ഭാഗമായി യശയ്യാപ്രവചനം 51-ാം അധ്യായം സങ്കീർത്തനത്തിന് പകരം വായിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ അവിടെ പറയുക, യശയ്യാപ്രവചനം പറയുക, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ തകർന്നിരിക്കുന്നു. നീ ആരാധനിക്കുമെന്ന് കർത്താവിനെ വെച്ച് മകളുടെ കുർബാന കൊണ്ടിട്ട് സാക്രമെന്റ് അനുഭവിച്ച് പോകുന്നതല്ല. നീ അവിടെ നിൽക്കുമ്പോൾ ഓർക്കേണ്ട എന്താണെന്നറിയാമോ? വൈ വാസ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്? Why was he broken? Because of my iniquities. Because of my, നമ്മൾ യഹൂദന്മാർ ക്രൂശിച്ചു ഇല്ല, നീയും ഞാനും ആ ക്രൂശിച്ചേ. When you do sin, സത്യം അറിഞ്ഞിട്ടും വചനം അറിഞ്ഞിട്ടും വീണ്ടും പോയി നീ പാപം ചെയ്യുമ്പോൾ, you know what are you doing? കാരണം why means ഇന്നലത്തെ വരെ പാപത്തിനല്ല യേശു മരിച്ചത്. ഈ കഴിഞ്ഞ സെക്കൻഡ് വരെ ചെയ്ത പാപത്തിനും, ഇന്ന് നീ ചെയ്യുന്ന പാപത്തിനും, നാളെ ചെയ്യാൻ പോകും പാപത്തിനും. Was beaten up, was crushed. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന വരുമ്പോ അവിടെ വന്നിരിക്കും, isn't me who crucified you. ഞാനല്ലയോ ക്രൂശിച്ചത്. അവിടെ വരുമ്പോ ഓടെയാണ്. പാപത്തെക്കുറിച്ച്, നാം പറയുന്ന വ്യാജങ്ങളെക്കുറിച്ച്, പകയെക്കുറിച്ച്, അസൂയെക്കുറിച്ച്, കുശുമ്പനെ കുന്നായ്മയെ കുറിച്ച്, എന്റെ കർത്താവേ, ജഡത്തിന്റെ പ്രവൃത്തികളിൽ ഞാൻ ജീവിക്കുമ്പോൾ, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമ്പോൾ വീണ്ടും ഞാൻ നിന്നെ എന്ത് ചെയ്യുക കർത്താവേ? എങ്കിൽ കർത്താവ് പറഞ്ഞു, സാരമില്ല, എന്നെ ഓർക്ക, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. ഓ, കർത്താവിന്റെ മേശ സോ ബ്യൂട്ടിഫുൾ. പിശാചിന്റെ തലയെ, ക്ലെവർനെസ്സിനെ, നമ്മൾ പിശാന്റെ തലയെ ചതച്ചരച്ചൊന്നുമല്ല. അവന്റെ ബുദ്ധി എന്ന് പറയുന്നത് he wanted to catch you in guiltiness. ഗിൽറ്റി ഫീലിംഗിൽ നിന്നെ കുലുക്കിയിട്ട്, അയ്യോ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ ദൈവത്തിന് അകറ്റി നിന്നെ കൊല്ലണം. അതാണ് പിശാചിന്റെ ആഗ്രഹം, നിത്യനരകത്തിൽ അവനോടൊപ്പം കാണണം. പക്ഷെ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് പറയുക, മോനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? നീ വിഷമിക്കുന്നു. ആരാധനയ്ക്ക് വന്ന് കർത്താവിന് മേശ എടുക്കുമ്പോൾ God is saying, don't worry, yeah, I know you messed up. നീ ഏറ്റു പറയുമ്പോൾ കർത്താവിന്റെ പുറം, but I died for you. I paid it all. നീ നോക്ക. പക്ഷെ ഒരു കാര്യം നീ അറിയണം, നീ ഓരോ തെറ്റും ചെയ്യുമ്പോൾ നീ ആ യഹൂദന്മാരോടൊപ്പം you are also shouting, crucify him, crucify him. ആമേൻ. അത് ഓർക്കുമ്പോൾ ഓർത്തോണം, സ്തോത്രം ചെയ്യുന്നു. മാനസാന്തരം എന്ന റിപ്പന്റൻസ്, ചെയ്ത പ്രവൃത്തികളെ കുറിച്ചുള്ള ആമേൻ. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരിക്കൽ മാനസാന്തരപ്പെടും, അതുകൊണ്ട് തീരുന്നില്ല. എവ്രി ഡേ, എവ്രി മൊമെന്റ്, എവ്രി സെക്കൻഡ് തിരിച്ചുപോയി കിടക്കയിലോട്ട് പോകുന്നതിന് മുമ്പ് കർത്താവ് ഇന്ന് 24 hours എന്റെ പ്രവൃത്തി നിന്നെ മുമ്പാകെ നിന്നെ വചനമായ സ്റ്റാൻഡേർഡ് വെച്ച് വിധിക്കുമ്പോൾ കർത്താവേ, എനിക്കൊന്നും 24 മണിക്കൂറില്ല. What did I do? How was me in my life? How was my Christian life with the Lord? How was my testimony outside? പുറത്തിന്റെ സാക്ഷ്യം എങ്ങനെയായിരുന്നു? ഇതൊന്ന് അവലോകനം ചെയ്യുമ്പോൾ, വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ കുറ്റങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ ഏറ്റു പറഞ്ഞു, കരഞ്ഞ കർത്താവേ, കം ബാക്ക്. നീ എനിക്കൊരു അവസരം തന്നാൽ I want to
come back and do the right thing. നാളെ എനിക്കൊരു ദിവസം കൂടെ തന്ന ലോർഡ്, I will correct these things. അങ്ങനെ റിപ്പന്റ് ചെയ്യാനുള്ള അവസരമാണ്. അങ്ങനെ റിപ്പന്റ് ചെയ്താൽ മാത്രമേ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അതാ ഹോളിനെസ് എന്ന് പറഞ്ഞ ഓർത്തോണം. അമേൻ സ്വന്തം ചെയ്യുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടുകൊണ്ട് തീരുന്നില്ല. ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെടണം. ഹോളി അമേൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. അത് റിപ്പൻഡൻസിൽ കൂടെ മാത്രമേ, മാനസാന്തരത്തിൽ കൂടെ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അവൻ 3:19 നിങ്ങൾക്കറിയാം. യു നോ അബൌട്ട് ദ ഹാപ്പനിങ് വാട്ട് ഹാപ്പൻ. സുന്ദരമെന്ന ആ ഗോപുരവാതിൽക്കൽ ഇരുന്ന മുടന്തനായ ഒരു മനുഷ്യൻ അവൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആര്, ജോണും പീറ്ററും അതുവഴി പോകുക, ആലയത്തിലോട്ട് പോകുക. അപ്പോഴത്തേക്ക് ഭിക്ഷ ചോദിച്ചുകൊണ്ട് അവൻ ഇരിക്കുമ്പോൾ അവൻ സ്വന്തം പത്രോസും യോഹന്നാൻ അവനെ കണ്ടു. അവൻ സ്വന്തം ചെയ്യുന്നു. അവനവിടെ നിന്ന് അവനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചു പ്രതീക്ഷയോടെ നോക്കുമ്പോൾ പത്രോസ് അവന്റെ കൈ കയറി പിടിച്ച് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശുവിന്റെ നാമത്തില്. ചാടി എഴുന്നേറ്റ് അവനെ നരിയാണി ഉഴച്ച് അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കും. ആൾക്കാർ നോക്കിയപ്പെടാ, വർഷങ്ങളായിട്ട് ഇരുന്ന് അവൻ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന മനുഷ്യനാ, അവൻ ജന്മനാ തളർന്നവനാ. ഇത് സംഭവിച്ചു. ആൾക്കാരെല്ലാം ഇളകി മറിയുമ്പോൾ ഓടി ഇവിടെ വട്ടം കൂടിയപ്പോൾ പത്രോസ് നിന്ന് പ്രസംഗിക്കുന്ന ഭാഗത്താണ് നമ്മൾ വായിച്ച കുറിവാക്യമായി വായിച്ച ആ വചനം വായിച്ചത്. പത്രോസിന്റെ മെസ്സേജ് എപ്പോഴും ഇതാ, യേശുവിന്റെ മെസ്സേജ് ഇത് തന്നെയാ. എന്തിന് യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാന്റെ മെസ്സേജ് ഇത് തന്നെയാ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ കടന്നു വന്നപ്പോൾ അവൻ പാതയൊരുക്കുവാൻ, യേശുവിന് മഴയൊരുക്കാൻ വന്നവൻ എന്തുവാ പ്രസംഗിച്ചത്? മാനസാന്തരം പ്രസംഗിച്ചു അല്ലേ? അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടണമെന്ന് യോഹന്നാൻ പ്രസംഗിച്ചു. അത് കേട്ടിട്ട് ഒത്തിരി പേര് വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ എന്ത് ചെയ്തു? പിന്നീട് യേശുവും പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവന് പറഞ്ഞ ഏകവര, അവൻ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പൂരിത സുവിശേഷം, മാനസാന്തരം, റിപ്പന്റ്. യേശു കൂടെ നടന്നുപോയ ശിഷ്യന്മാരും എല്ലാം കൂടെ ഒരിക്കൽ നിൽക്കുമ്പോൾ ചിലർ വന്നിട്ട് ചില ആക്സിഡന്റ് നടന്നതിനെ കുറിച്ച് പറഞ്ഞു, ചില ദുസ്സംഭവങ്ങൾ. പിലാത്തോസ് ചിലരെ കൊന്നിട്ട് അവരുടെ രക്തം അവരുടെ യാഗത്തിൽ കലർത്തിയ കാര്യം പറഞ്ഞു. I mean, Pilate killed some people and there was an accident. A big tower of Siloam fell down and 18 people got killed. യേശു അതൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മരിച്ചവർ ഇവിടെ ഉള്ള യേശുവിൽ ജീവിക്കുന്നവരെക്കാൾ ഏറ്റവും പാപികളായിരുന്നു എന്ന്? എന്റെ അടുത്ത പറയുന്ന യേശു, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിക്കും. ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓ ഞാൻ കൂട്ടായ്മയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അന്യഭാഷയിൽ സംസാരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? അവൻ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ നശിപ്പോ. അവൻ എന്നാൽ ഇവിടെ പറയുന്നു, നമ്മൾ വായിച്ച ഭാഗത്തേക്ക് പോകാം. അവൻ സ്വന്തം ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് അവൻ ആശ്വാസകാലങ്ങൾ വരും. അവൻ പെട്ടെന്ന് ഒരാളെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. എടുക്കാം യോബിന്റെ പുസ്തകം, യോബിന്റെ പുസ്തകത്തിലേക്ക് പോകാം. 42 അധ്യായത്തിലേക്ക് പോകാം. യോബിന്റെ പുസ്തകം 42 അധ്യായം. ഒത്തിരി ആൾക്കാരെ വന്നതിൽ പരിചയപ്പെടാൻ നമുക്ക് സമയമില്ലെങ്കിലും ജോബിന്റെ പുസ്തകം 42 ചാപ്റ്റർ 42 വേഴ്സ് 1 മുതൽ വായിച്ചു. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവരിവനാണ്. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് ഈ സംഭവം അറിയാം. യോബിനെ കുറിച്ച് പ്രസംഗം കേട്ടവരും പ്രസംഗിക്കാൻ കഴിവുള്ളവരുമാണ്. കടന്നുപോയ ഓരോ പാതകളും യോബിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവസാനം ജീവിതത്തിൽ കയ്പുകൾ വന്ന് കയ്പ് വരാൻ കാരണം കൂട്ടുകാർ ഒത്തിരി കൂടിയപ്പോഴാണ് കയ്പ് വന്നത്. അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. അനേകം പറയും ഫ്രണ്ട്സ് ആണ് എല്ലാം, ഫ്രണ്ട്സ് ഉണ്ട് എല്ലാം ഓക്കെ. ഇല്ല, ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് വരുമ്പോൾ പ്രശ്നമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം സ്വപ്നം ചെയ്യും അനേകം ഫ്രണ്ട്സിനെ പറയുമ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെ സഹായിക്കത്തില്ല. ഇന്ന് രാത്രികാലം ദൈവത്തിന് വചനം പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, യോബിന്റെ തകർച്ചകളെല്ലാം വന്നപ്പോഴും അവൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം. അത് കഴിഞ്ഞിട്ട് സാത്താൻ വേണ്ടി കണ്ടോ, എന്റെ ദാസൻ തള്ളി പറഞ്ഞെന്ന് പറയുമ്പോൾ വെറുതെ ആണോ, നീ ആ ശരീരം വിട്ടതാ, തന്റെ ജീവന് പകരം മനുഷ്യൻ എന്തോ എന്ത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഒരു കാഞ്ചി ശരീരത്തെ എല്ലാം വിട്ട് തരാം, അവന്റെ പ്രാണനെ എന്ത് ചെയ്യരുത് തുടരല്. അങ്ങനെ ഏറ്റവും അങ്ങോട്ട് പോകുന്ന രോഗം അവനെ അഫ്ലിക്ട് ചെയ്തു, സിക്നസ് കൊണ്ട്. അതുകൊണ്ട് എല്ലാ രോഗം ഓർത്തോണം, രോഗങ്ങളല്ല. ഇന്ന് രാത്രി തിരിച്ചറിയണം,
എല്ലാ സിക്നസ് അല്ല, ചിലത് പിശാചിനെ ബന്ധിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അമേഷ വേര് പൊളിച്ചാലേ അത് വരത്തുള്ളൂ കേട്ടോ. കർത്താവ് വേര് പൊളിക്കാതെ തന്നെ ഒരു രോഗത്തിന് തൊടാൻ പറ്റില്ല. അതുകൊണ്ട് പിശാചിനെ പേടിക്കേണ്ട, ജസ്റ്റ് ഫിയർ ഗോഡ്. അവൻ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി, അവനെ സ്നേഹിച്ചാൽ മതി, അവന്റെ വഴിയിൽ വന്നാൽ മതി. നോക്കൂ, ദൈവം വേര് മാറ്റി കൊടുത്തപ്പോൾ കംപ്ലീറ്റ് അഫ്ലിക്ഷൻ. ഒന്ന് അവനെല്ലാം പോയി, മക്കൾ 10 ചത്തു, സമ്പത്തെല്ലാം പോയി, എല്ലാ ആടുമാടുകളും പോയി, വസ്തുവകൾ എല്ലാം പോയി. അവസാനം അതിനുശേഷം ശരീരമെല്ലാം വ്രണങ്ങളായിട്ട് മാറി, പൊട്ടി നാറുന്ന അവസ്ഥയില് അമ്മയിട്ടിരിക്കുമ്പോ അപ്പത്തേക്ക് ഭാര്യ വന്ന് പറയും, ഇപ്പോൾ നീ ഭക്തി ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് ഒരു ഭാര്യയുടെ വാക്കിന് കേൾക്കാൻ പറ്റും? ആർക്ക് പറ്റും? അന്നേരവും പുള്ളിക്കാരൻ ചീത്ത വിളിച്ചോ തിരിച്ച്? നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ. ദൈവത്തിൽ നന്മ പ്രാപിച്ചില്ല, തിന്മയും ഇതിലൊന്നിലും യോബ് വാക്കുകൊണ്ട് പാപം ചെയ്തപ്പോ എപ്പോഴാ ബ്രേക്ക് തട്ടിപ്പോയെന്നറിയാമോ? സ്നേഹിതന്മാര് വന്നു. നല്ല സ്നേഹിതന്മാരാണ്. അതുപോലത്തെ സ്നേഹിതന്മാർ നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്ന് ഞാൻ പറയാം. ഞാൻ ബെറ്റ് വെക്കാം. ഈ സ്നേഹിതന്മാരെ നോക്കിയാൽ മതി. അവര് വന്നിട്ട് ഇവന്റെ കൂടി ചാരത്തിലിരിക്കുക. എവിടെയാ? ഭാര്യ വീട്ടിൽ നിന്ന് പുറത്താക്കി, നാറിന് സഹിക്കാൻ വയ്യ. ഈ കൂട്ടുകാർ നമ്മൾ വല്ലതും ആണെങ്കിൽ എത്ര വലിയ പാസ്സാണേലും എനിക്കിപ്പോഴും ഉണ്ട്. സ്വന്തം ചെയ്യുന്നു. ഉള്ള കാര്യം പറയുമ്പോൾ സത്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല, സമയം പോകുന്നുണ്ട്. എന്നെ നീച്ച എടുക്കാൻ കാരണമായ ഒരു സംഭവം ഞാനിപ്പോ അറിയാതെ ഓർത്തു പോയതാ. സ്വന്തം ചെയ്യുന്നു. ബാംഗ്ലൂരിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടെ ചിക്കൻ ബോക്സ് ബാധിച്ചൊരു ഒരു സഹോദരനുണ്ട്. അവൻ അടുത്ത വിശ്വാസത്തിലേക്ക് വന്നേ ഉള്ളൂ. അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ കാണി ഭയങ്കര പേടി. ചിക്കൻ ബോക്സ് പുള്ളി രോഗിയായിട്ട് അടക്കം അവിടെ പോകാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ അതിന്റെ തലയാഴ്ചയാണ് ഈ മീശയൊക്കെ വെച്ചോണ്ട്. എനിക്ക് മീശ ഒത്തിരി ഇഷ്ടമായിരുന്നു, സത്യം പറയാം. അന്ന് അവിടെ ഒരു 3ാം ക്ലാസ് മാത്രം പഠിച്ച ഒരു ഹൈന്ദവനായ ഒരു പാസ്റ്റർ മീറ്റിംഗിന് വന്നു. പുള്ളി എന്നെ വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, മോനെ അല്ലേ നല്ല കാര്യമൊക്കെയാ, പക്ഷെ ഈ മീശ നിനക്ക് ചേരത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പാസ്റ്റർ വെച്ചു, പാസ്റ്ററെ അനുസൃതം ചെയ്യുന്നത് മണവാട്ടി, നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, മീശയൊന്നും നമുക്ക് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്ററെ മണവാട്ടിക്ക് നീളമുള്ള മുടിയില്ലേ, പാസ്റ്ററിന്റെ നീളമുള്ള മുടി വളർത്താത്തതെന്ന് ഞാൻ ചിരിച്ചു ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന പിറ്റേ ആഴ്ചയാണ് ഈ പുള്ളി രോഗമായിട്ട് കിടക്കുന്നു. ഞാൻ അപ്പോഴത്തേക്ക് പാസ് പോയി പ്രാർത്ഥിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ആത്മീയം അങ്ങോട്ട് കൂടിയപ്പം ഇപ്പൊ തന്നെ ഞാൻ പോയി പ്രാർത്ഥിച്ചതാണ്. ഞാൻ ഇവിടെ പോയി ചിക്കൻ ബോക്സ് എനിക്ക് വന്നിട്ടില്ല, പോയി അങ്ങ് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ബാംഗ്ലൂരിലാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. വൈകുന്നേരമായപ്പോഴേ എനിക്ക് പനി, ശരീരമെല്ലാം കൂടെ കിടുപ്പ് പറയുന്ന പെട്ടെന്ന് മനസ്സിലോട് വരുന്ന ചിന്ത, ഈ പാസ്റ്ററോട് സംസാരിച്ച വാക്കുകൾ മനസ്സിലോട് വരുന്നത്. അപ്പോഴത്തേക്ക് പറഞ്ഞു, ഇതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, എനിക്ക് സൈൻ, ഗീവ് മി എ സൈൻ ഇഫ് ഇറ്റ് ഇസ് സോ. നാളെ രാവിലെ അവർ പനിയും കാണില്ല, ഒന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ടേക്ക് അവേ. അതറിയാതെ അവിടുത്തെ ആ പേടി കൊണ്ട് അങ്ങ് പറഞ്ഞു പോലെ, ചിക്കൻ ബോക്സ് ഒന്ന് കിടക്കുന്ന പേടി കൊണ്ട് പറഞ്ഞു പോയതാ. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ പനിയില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇഗ്നോർ ചെയ്ത് പോകാൻ നോക്കിയപ്പോ നേർന്നാൽ അവിടുത്തെ ഒരു വാക്യം, എന്റെ ദൈവമേ, അന്ന് മീശ എടുക്കാൻ വന്ന പട്ട പാട് എനിക്കറിയാം. അപ്പൊ ഞാൻ മടങ്ങി വന്നതിന്റെ അർത്ഥം, അവൻ സ്വന്തം ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൂട്ടുകാർക്ക് ഒന്നും നമ്മെ സഹായിക്കാൻ പറ്റില്ല. അവിടെ നോക്കണം, എത്ര കൂട്ടുകാരാണെങ്കിലും വന്ന് പകർന്ന രോഗത്തിനടുക്ക് ആര് പോയിരിക്കും? അവർ ഒരാഴ്ച അല്ലേ, എത്ര ദിവസമാണ്? 1 വീക്ക് അവന്റെ കൂടെ ചാരത്തിൽ ഇരുന്ന് കരഞ്ഞു എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ കൂട്ടുകാരുണ്ടോ? ഒരാഴ്ച നിന്ന് കരയുന്ന കൂട്ടുകാർ വല്ലവരും ഉണ്ടോ? കൂട്ടുകാര് കരയുന്നപ്പോ അടുത്തത് പുള്ളി വാ തുറന്ന് ജനിച്ച ദിവസത്തെ പ്രാകാൻ തുടങ്ങി. വായിക്കണം നിങ്ങൾ ബൈബിൾ മൊത്തം വായിക്കണം പറയല്ല, നമ്മൾ ഫുള്ള് കാണുമ്പോൾ ജനിച്ച ദിവസത്തെ. അതുവരെയും പിന്നീട് അതെല്ലാം കഴിഞ്ഞിട്ട് കൂട്ടുകാർ വന്ന് ദോഷം, ദൈവത്തിന്റെ ദോഷം എന്ന് പറഞ്ഞ് നന്മ മാത്രമേ പറഞ്ഞുള്ളൂ, ദൈവത്തിന് അനുകൂലമായിട്ട്. നീ പറയുന്നത് തെറ്റാണ്, നീയാണ് കുഴപ്പമെന്ന് പറഞ്ഞ് അവനെ അക്യൂസ് ചെയ്യുക. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അവസാനം ദൈവം ഇറങ്ങി വന്നു, ഇയോനോട് സംസാരിക്കാൻ തുടങ്ങി. വാ, നീ അരകട്ട സംസാരിക്കാം. ദൈവം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യോബന് മനസ്സിലായി തന്റെ തെറ്റ്. സംസാരിച്ച പക്ഷെ യോബന് ദൈവത്തോട് സ്നേഹക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അവൻ സ്വന്തം ചെയ്യുന്നു തന്റെ ജീവിതത്തിന്റെ കയ്പ്, മറ്റുള്ളവരുടെ അനുതാപക്കരച്ചിൽ കാണുമ്പോഴാണ് നമ്മൾ ഒത്തിരി ബ്രേക്ക് ആകുന്നു. മടങ്ങി വരട്ടെ. അങ്ങനെ യോബിനോട് സ്ട്രോങ് ആയിട്ട് ദൈവം സംസാരിക്കുമ്പോൾ യോബ് റിപ്പന്റ് ചെയ്തു. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അയ്യോ, തിരിച്ചറിയാതെ ഞാൻ എന്ത് ചെയ്തു പോയി. വായിച്ച ആ വാക്യം വായിച്ച് ഇനി അത് വായിച്ചു കഴിഞ്ഞ് വായിച്ചു.
അപ്പോൾ നോക്കണം, ദൈവം വന്ന് സംസാരിച്ചിരുമേ, നീ ആരോട് എന്നോട് സംസാരിക്കും, നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം പറഞ്ഞ ഒന്നിനും മറുപടി കൊടുക്കാൻ യോബിനില്ല. യോബ് പറയുന്ന കാര്യമാ വായിച്ചു അടുത്ത വാക്യം. കേൾക്കണമേ ഞാൻ സംസാരിക്കും, കേൾക്കണമേ ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. കർത്താവേ ഞാൻ ചോദിക്കും, എന്നെ പഠിപ്പിക്കണേ. ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നു, ഇതിനു മുമ്പ് ഞാൻ നിന്നെ കുറിച്ച് എന്തേ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. വായിച്ചു അടുത്തത്. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് അടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കും. അപ്പോൾ അനുദപിക്കണമെങ്കിൽ, റിപ്പന്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഹോളിനെസ് കർത്താവിനെ കാണണം. കണ്ണാലെ കണ്ട്, വചനത്തെ കണ്ട്, ജീവിതത്തിന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ പറയാ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞേ? അനുദപിക്കുന്നു. എവിടെ? പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം വായിച്ചോ. യഹോവ ഈ വചനങ്ങൾ ഇയ്യോബിനോട് അനുദപിച്ചു കഴിഞ്ഞപ്പോൾ തേമാന്യനായ എലീഫസിനോട് റിപ്പന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വിധിച്ച കൂട്ടുകാർക്ക് നേരെ തിരിഞ്ഞ് ദൈവം പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം. എന്താ പറയുന്നത്? നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. ദൈവം പറയുന്നു, നിന്നോട്, നിന്റെ 2 കൂട്ടുകാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ഭക്തന്മാരെ ഡിഫെൻഡ് ചെയ്യുന്ന ദൈവം എന്റെ വഴി അടച്ചു, പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന യോബിനെ കുറിച്ച് ഞാൻ പറയാ, എന്റെ ദാസനായ യോബിനെ പോലെ എന്നെ കുറിച്ച് നിങ്ങൾ വിഹിതമായി എന്ത് ചെയ്തിട്ടില്ല. അങ്ങനെയാണോ? നിങ്ങൾ പോയി ഈ ഒരു പുസ്തകം, അവര് മൊത്തം ദൈവത്തെ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു അല്ലേ? ദൈവമാണ് ശരി, ദൈവമാണ് റൈറ്റ്, നീ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷെ ദൈവം പറയുക, യോബിനെ പോലെ നിങ്ങൾ വിഹിതമായി എന്ത് ചെയ്തിട്ടില്ല. അടുത്ത വാക്യം. അടുത്തത്. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസന ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പി. എന്റെ ദാസന ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. നോക്കൂ അടുത്തത്. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചു. 2 വട്ടം പറയും, എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ വിഹിതമായി സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെന്ന അവന്റെ മുമ്പിൽ പോയി യാഗം കഴിക്കണം, അവൻ പ്രാർത്ഥിക്കും, ഞങ്ങൾ ക്ഷമിക്കും. അടുത്ത വാക്യം. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അടുത്തത്. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. അടുത്തത്. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. അടുത്തത്. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം ഇയ്യോബിനെ പോലെ റെട്ടിലും മണ്ണിലും ഇരുന്ന് അനുതാപത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ, റിപ്പന്റ് ചെയ്താൽ നിന്നെ ഡിഫെൻഡ് ചെയ്യുന്നൊരു ദൈവം മാത്രമല്ല, ആശ്വാസകാലങ്ങൾ തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി നാം അനുദപിച്ച് മടങ്ങി വന്നാൽ നമുക്ക് വേണ്ടി എത്രയും താമസമെന പ്രാണപ്രിയനെ മടക്കി വരുത്തുന്ന ദൈവം. കാരണം ഈ ലോകത്തിൽ ദുഃഖമുള്ള ലോകം, കഷ്ടമുള്ള ലോകം, രോഗമുള്ള ലോകം, അവൻ പ്രതിസന്ധികളുള്ള ലോകം. എന്നാൽ അവൻ എത്രയും വേഗം വാണിവിധാനത്തിൽ മടങ്ങി വരുമ്പോൾ നാം കണ്ണിപ്പിക്കുന്നൊടിയിൽ ഈ പ്രഷറുള്ള, ഷുഗറുള്ള, ഹാർട്ട് കണ്ടീഷനുള്ള, അവൻ വേദനകളുള്ള, തളർച്ചകളുള്ള, അവൻ ദുഃഖങ്ങളുള്ള ഈ മൺകൂടാരങ്ങളെ വിട്ടിട്ട് അവൻ കണ്ണിമിക്കുന്നൊടിയിൽ നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് വാനമേങ്ങൾ അവനോടുകൂടി എന്ത് ചെയ്യും? എടുക്കപ്പെടും. ആശ്വാസകാലങ്ങൾ തരിക മാത്രമല്ല, ക്രിസ്തുവിനെ അവൻ വരുത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് വിശുദ്ധിയെ തേക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം